Good morning, everyone. Today we have a guest, that is Limsir Ali, who is an assistant professor of political science from MES Panani College, and a very good friend of mine and our department. നമ്മൾ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് മാർക്സിസം, അതിൻ്റെ തിയറി, കമ്മ്യൂണിസം, മാർക്സിസം എന്ന ഈ സിദ്ധാന്തങ്ങളെ, ഈ വ്യവസ്ഥയെ കേരള പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് മാർക്സിസം, കമ്മ്യൂണിസം എന്നുള്ളത്. പൊതുവെ മാർക്സിസം, കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM, CPIM, ഇടതുപക്ഷം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വ്യവഹാരങ്ങളിലാണ്, ചില ഭാഷയിലാണ് നമ്മൾ അതിനെ പരിഗണിക്കുക. എന്തിനാണ് ഈ ഒരു കാര്യത്തെ മാത്രം നമ്മളിങ്ങനെ പഠിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒന്നാമതായി പറയാനുള്ളത്, നമ്മളുടെ ഹിസ്റ്റോറിയോഗ്രാഫി സിലബസിലെ 3rd മൊഡ്യൂളിന്റെ ഒരു പാർട്ടാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത്. 3rd മൊഡ്യൂളിൽ ഡയറക്റ്റ് ആയിട്ട് മാർക്സിസം എന്നൊരു ഭാഗം നിങ്ങൾ കണ്ടെന്ന് വരില്ല. 3rd മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ മാർക്സിസത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഇന്ത്യൻ ചരിത്ര രചനാശാസ്ത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള ചില ടെർമിനോളജികളാണ്. ആ ടെർമിനോളജികൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബേസായ മാർക്സിസം അറിഞ്ഞിരിക്കണം, പഠിക്കണം. ആ മാർക്സിസത്തിന്റെ തിയറിയുടെ ബേസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് 3rd മൊഡ്യൂളിലുള്ള ഹൈഡ്രോളിക് സൊസൈറ്റി, അതുപോലെ തന്നെ ഓറിയന്റ് ഡെസ്പോട്ടിസം തുടങ്ങിയ ഒരുപാട് ടെർമിനോളജികൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാർക്സിസം എന്ന ഒരു വ്യവഹാരത്തെ, അല്ലെങ്കിൽ അത്തരം ഒരു സാങ്കേതിക ശബ്ദത്തെ, അതിലുപരി അതിൻ്റെ ഒരു ആശയ സംഹിതയെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് മാത്രമല്ല, ഇതൊരു BA ഹിസ്റ്ററിക്ക് പഠിക്കുന്ന, സോഷ്യോളജിക്ക് പഠിക്കുന്ന, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന, ഇത്തരം സോഷ്യൽ സയൻസിലെ ഏത് വിഭാഗം പഠിക്കുന്ന ആളുകളുടെയും അവരുടെ റിസർച്ച് മെത്തഡോളജിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഡിസിപ്ലിന്റെ ബേസിൽ തന്നെ പലപ്പോഴും മാർക്സിസ്റ്റ് ഐഡിയോളജി കടന്നു വരും. കാരണം ഇത് കേവലം ഒരു രാഷ്ട്രീയ സംവിധാനമല്ല എന്നുള്ളതാണ്. മാർക്സിസം കേവലം ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു വീക്ഷണമാണ്. ചരിത്രത്തോട് മാർക്സിസത്തിന് ഒരു വീക്ഷണമുണ്ട്, സമൂഹത്തോട് മാർക്സിസത്തിന് ഒരു വീക്ഷണമുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തോടും, ജീവിതത്തോടുണ്ട്, മനുഷ്യന്റെ ഭാവിയെ കുറിച്ചുണ്ട്. ഓരോ ഘട്ടത്തിലും മാർക്സിസത്തിന് അതിൻ്റെതായ വീക്ഷണങ്ങളുണ്ട്. അത് രൂപപ്പെടുത്തി വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് മാർക്സും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഫ്രെഡറിക് എംഗൽസ് രണ്ടുപേർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് അവര് പെട്ടെന്നുണ്ടാക്കിയതല്ല, അതിന്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ചിന്തയിൽ നിന്നുമാണ്. അടിസ്ഥാനപരമായി ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തെയും ഇതിലെ ചരിത്രത്തെയും ഇതിന്റെ ഭാവിയെയും ഇതിന്റെ വർത്തമാന സംവിധാനങ്ങളെയും എല്ലാം ഭൗതികമായി വിലയിരുത്തുക എന്നുള്ളതാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. എല്ലാം ഭൗതിക വസ്തുക്കളാണ് എന്ന രീതിയിൽ വിലയിരുത്തുക എന്നുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മളുമായി സംവദിക്കാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ലിംസിർ സാറാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. ഒരു സംസാരത്തിനടക്കാണ് നമ്മുടെ വിദ്യാർത്ഥികളുമായി, നമ്മുടെ കോളേജുമായി അടുത്ത് ഇടപഴകുന്ന അദ്ദേഹം സ്വാഭാവികമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുമായി ഒരു സംവദിക്കാനാണ് എത്തിയിട്ടുള്ളത്. ലിംസീർ സാറിനെ കുട്ടികളുമായി സംവദിക്കാൻ വേണ്ടി സ്വാഗതപൂർവ്വം, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലിംസീർ സാർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു അജ്മൽ സാർ. MOMO കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളെ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ HOD-യും കോളേജിലെ IQAC കോർഡിനേറ്ററുമായിട്ടുള്ള ഡോക്ടർ അജ്മൽ സർ, അബ്ദുൽ റഹ്മാൻ സർ, അതോടൊപ്പം തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ മറ്റു അധ്യാപകർ, നിങ്ങൾ UG സ്റ്റുഡൻസ് അല്ലേ? ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ? അല്ല, സോറി, സെക്കൻഡ് ഇയർ ആണോ തേർഡ് ഇയർ ആണോ? തെറ്റിപ്പോയി. ഹലോ, സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ, ഷംന മെസ്സേജ് അയച്ചു. അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഞാനധികം സമയം എടുക്കുന്നില്ല. വേഗം എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. മാർക്സിസത്തെ കുറിച്ചാണ്, മാർക്സിസത്തിന്റെ ബേസിനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ഇത് ഗൂഗിൾ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ
എനിക്ക് ഇന്ററാക്ഷൻ എത്രമാത്രം സാധ്യമാകുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അതിനിടയിൽ ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ സെഷൻ കഴിയാൻ കാത്തു നിൽക്കേണ്ടതില്ല. അതിനിടയിൽ ഇടപെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് മാർക്സിസം? പ്രത്യേകിച്ച് നേരത്തെ അജ്മൽ സാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ജീവിക്കുകയും കേരളീയ സമൂഹത്തിൽ ഇടപഴകുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്സിസം എന്ന് പറയുന്നത് പുതിയൊരു സംഭവമല്ല, പുതിയൊരു കൺസെപ്റ്റ് അല്ല. നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് തന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മുടെ നമ്മൾ കാണുന്ന മലയാള സിനിമകൾ, അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ വായിക്കുന്ന സാഹിത്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാർക്സിസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഒന്ന് അബ്ദുറഹ്മാൻ സാർ എന്തോ പറയാൻ വരുന്നുണ്ട്. സാർ പറയൂ സാർ. ഓക്കെ, ഇല്ല ലിംസി സാറേ പറയാ. സാറെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇല്ല, പറയാൻ വേണ്ടി വന്നതല്ല, അത് ടെക്നിക്കൽ എന്തോ പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണ്. സോറി. ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടപ്പോ സാറ് സംസാരിക്കാനാന്ന് വിചാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു പുതിയൊരു കൺസെപ്റ്റ് ഒന്നല്ല. എങ്കിൽ കൂടി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് അറിയുന്നത് മാർക്സിസത്തെ കുറിച്ചൊന്ന് നിങ്ങൾ സംസാരിച്ചാൽ നന്നായിരുന്നു. ഓരോരുത്തരൊന്ന് പറയണമെങ്കിൽ 2-3 പേര് ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് മാർക്സിസം, എന്താണ് മാർക്സിസത്തിന്റെ ബേസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിരുന്നു. ഒന്ന് പറയാൻ കഴിയോ? ആരെങ്കിലും? എനിവൺ? ഇല്ല. ഓക്കെ. അപ്പോ മലയാള സിനിമയില് ഈ മാർക്സിസവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ കമ്മ്യൂണിസം, സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങളൊക്കെ പറയുന്ന കുറച്ച് സിനിമകളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ സിനിമ ആരും കാണാറില്ലേ? ഹലോ, എന്താണ് ആരൊന്നും മിണ്ടാത്തെ? യെസ്, പറയൂ. അപ്പോ മലയാള സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും, ന്യൂ ജനറേഷൻ ഫിലിം ആയാലും വളരെ പഴക്കം ചെന്ന സിനിമകളായാലും സിനിമകളിൽ വലിയൊരർത്ഥത്തിൽ ഈ മാർക്സിസം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചും മാർക്സിസം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ലാൽ ജോസിന്റെ അറബിക്കഥയാണെങ്കിലും അതോടൊപ്പം തന്നെ എന്താ പറയാ സഖാവ് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും, അതുമാത്രമല്ല അതിന് വളരെ പഴക്കം ചെന്ന ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ്, അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പടമാണ്. ഒരു 26-27 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വളരെ കാലിക പ്രസക്തമായ ഒരു സിനിമയാണ് സന്ദേശം എന്ന് പറയുന്ന സിനിമ. സന്ദേശത്തില് ജയറാമും ശ്രീനിവാസനുമാണ്. ശ്രീനിവാസനാണ് എന്താകുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് അഭിനയിക്കുന്നത്. അതില് പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിന് ശ്രീനിവാസനും ശങ്കരാടിയും ഒക്കെ കൂടെ നടത്തുന്ന ഒരു അവലോകനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു 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 ഡിസ്കഷനാണത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു, അല്ലെ? താത്വികമായിട്ടുള്ള ഒരു വിശകലനം നടത്തുന്നുണ്ട്. അപ്പോൾ മാർക്സിസം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്സിസത്തിന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചാൽ കാൾ മാർക്സ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ, ജർമ്മനിയിൽ ജനിച്ച 1818 ജർമ്മനിയിൽ ജനിച്ച കാൾ മാർക്സ് ആണ് ഈ മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഫാദറായിട്ട് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പിന്നീട് മാർക്സ് ജർമ്മനിയിൽ ജനിച്ചിട്ടും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് പിന്നീട് ഫ്രാൻസിലേക്കും ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കും മാറുന്നുണ്ട്. 1848 കാൾ മാർക്സ് രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് മാർക്സിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് മാർക്സിസം എന്ന് ചോദിച്ചാൽ ലോകത്ത് ഒരുപാട് ഇസങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ ഇസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് എയിം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലിസം, ലിബറലിസം, ഫെമിനിസം, അതോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് ഇസങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
അപ്പോൾ മാർക്സിസം എന്ന് പറയുന്നതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. അതായത് സോഷ്യലിസത്തിന്റെ സ്ഥാപനം, അതായത് ഒരു 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 കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ് മാർക്സിസത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഷ്യലിസം എന്താണെന്ന് ചോദിച്ചാൽ, മാർക്സിസത്തിന്റെ അൾട്ടിമേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 7 പ്രിൻസിപ്പിളുകളെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതില് മാർക്സിന്റെ പ്രിൻസിപ്പിൾസ് നിലനിൽക്കുന്നത് ഒരു 7 പോയിന്റ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ മാർക്സിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത്, ബേസിക്സ് എന്ന് പറയുന്നത് 7 കാര്യങ്ങളിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. അതിലൊന്നാമത്തേത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ പറയുന്ന മലയാളത്തിൽ പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ആദ്യം ഈ 7 പോയിന്റുകൾ പറഞ്ഞതിന് ശേഷം എന്താണ് ഈ 7 കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തേത് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിന്റെ എന്താണ് ഭൗതിക വ്യാഖ്യാനം, മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ മാർക്സിസത്തിന്റെ ബേസിക് കൺസെപ്റ്റിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണ്. രണ്ടാമത്തേത് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ആണ്. മൂന്നാമത്തേത് ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. 4 സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിച്ചമൂല്യം. നാലാമത്തേത് ക്ലാസ് വാർ, അതല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ, വർഗസമരം, വർഗസംഘട്ടനം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അഞ്ചാമത്തേത് ഡിക്റ്റാട്ടർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയറ്റ്, തൊഴിലാളികളുടെ ഡിക്റ്റാട്ടർഷിപ്പ്, അതാണ് അഞ്ചാമത്തെ കൺസെപ്റ്റ്. 6 വിതറിങ് എവേ ഓഫ് ദ സ്റ്റേറ്റ്. ഏഴാമത്തേത് ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിന്റെ സൊസൈറ്റിയുടെ രൂപീകരണമാണ് ഏഴാമത്തെ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 ബേസുകളിൽ നിന്നുകൊണ്ടാണ്, പ്രിൻസിപ്പിളുകളിൽ നിന്നുകൊണ്ടാണ്, ടെനറ്റ്സുകളിൽ നിന്നുകൊണ്ടാണ് മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകത്തിൽ മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വിശദീകരിക്കുന്നത്. 1 ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, 2 മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, 3 തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, 4 ക്ലാസ് സ്ട്രഗിൾ, 5 ഡിക്റ്റാട്ടർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയറ്റ്, 6 വിതറിങ് എവേ ഓഫ് ദ സ്റ്റേറ്റ്, 7 സോഷ്യലിസം. ഈ 7 കൺസെപ്റ്റുകൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് ഒരു പക്ഷേ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം എന്ന് ചോദിച്ചാൽ ഈ എക്സാമിന്റെ സോഷ്യലിസം എന്ന് ഈ കമ്മ്യൂണിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ 7 പോയിന്റുകളാണ്. ഈ 7 പോയിന്റുകളിൽ നിന്നുകൊണ്ടാണ് മാർക്സ് എന്താക്കുന്നത്, അദ്ദേഹത്തിന്റെ ആശയമായിട്ടുള്ള കമ്മ്യൂണിസത്തെ വിശദീകരിക്കുന്നത്. അപ്പൊ മാർക്സ് പറയുന്നത്, ഞാൻ ഈ 7 പോയിന്റുകൾ ഓർഡറിൽ പറയുന്നില്ല, കാരണം ആദ്യം തന്നെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, അതിലങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മാർക്സ് പറയുന്നത് ഒരു സമൂഹത്തില് 2 രീതിയിലുള്ള ആളുകൾ, 2 തരത്തിലുള്ള ക്ലാസ്സുകളാണുള്ളത്, വർഗങ്ങളാണുള്ളത്. ഒന്ന്, അതിൽ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഇന്ത്യയിലൊക്കെ നമ്മൾ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അതല്ലെങ്കിൽ ഇനിയിപ്പോ യൂറോപ്യൻ സൊസൈറ്റിയിലൊക്കെ ആളുകൾ സൊസൈറ്റിയിലുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്കിന്നിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കറുത്തവൻ, വെളുത്തവൻ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു റേസിസം എന്നാണ് അതിനെ പറയുക, ഇല്ലേ? അപ്പോ അതുപോലെ തന്നെ നമ്മൾ വിവരമുള്ളവൻ, വിവരമില്ലാത്തവൻ, അതായത് വിദ്യാഭ്യാസമുള്ളവൻ, പണ്ഡിതൻ, പാമരൻ, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, വെളുത്തവൻ, കറുത്തവൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല രൂപത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻസ് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ആളുകളെ സമൂഹത്തിൽ. പക്ഷെ കാൾ മാർക്സ് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഈ പറയുന്ന രൂപത്തിലല്ല എന്തുള്ളത്, 2 വിഭാഗങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. മറിച്ച് കാൾ മാർക്സ് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ 2 രൂപത്തിലുള്ള ആളുകളാണ് നിലനിൽക്കുന്നത്. അതാണ് മാർക്സിന്റെ, അതായത് മാർക്സിന്റെ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്
എക്കോണമിയുടെ ബേസിലാണ് മാർക്സ് എന്താക്കുന്നത്, മാർക്സിസത്തെ വിശദീകരിക്കുന്നത്. അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഉള്ളത്. ഒന്ന്, മാർക്സിന്റെ ഭാഷയിൽ മാർക്സ് പറയുന്നത് ഒന്നാമത്തേത് ഹാവ്സ് ആണ്, രണ്ടാമത്തേത് ഹാവ് നോട്ട്സ് ആണ്. ഹാവ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉള്ളവൻ എന്നാണ്. ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇല്ലാത്തവൻ എന്നാണ്. അപ്പൊ ഒരു സൊസൈറ്റിയിൽ രണ്ട് രൂപത്തിലുള്ള ആളുകൾ നിലനിൽക്കുന്നു. ഒന്ന് ഹാവ്സും രണ്ടാമത്തേത് ഹാവ് നോട്ട്സുമാണ്. അപ്പോ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹാവ്സ് ഉള്ളവൻ, ഹാവ് നോട്ട്സ് ഇല്ലാത്തവൻ. അപ്പോൾ ഹാവ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണോ മൂലധനമുള്ളത്, ക്യാപിറ്റൽ ഉള്ളത്, മണി ഉള്ളത്, അവരാണ് ഹാവ്സ് എന്ന് പറയുന്നത്, ഉള്ളവൻ എന്ന് പറയുന്നത്. അവരെ മാർക്സ് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ്. മൂലധനം ഉള്ള ആള് മുതലാളി. ആരുടെ കയ്യിലാണോ പണമുള്ളത് അവനാണ് മുതലാളി. അപ്പൊ മാർക്സ് ഒരു സൊസൈറ്റിയിലെ ക്ലാസ് എന്ന് പറയുന്നത്, മാർക്സ് ക്ലാസ് ആയിട്ടാണ് ഒരു സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. രണ്ട് രൂപത്തിലുള്ള ക്ലാസ് ആണ് ഒരു സൊസൈറ്റിയിൽ ഉള്ളത്. ഒന്ന് ഹാവ്സ്, രണ്ട് ഹാവ് നോട്ട്സ്. ഹാവ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളവൻ, എന്തുള്ളവൻ, കയ്യിൽ മൂലധനമുള്ളവനാണ് ഹാവ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഉള്ള ആളെയാണ് ഹാവ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇല്ലാത്ത ആൾ ഹാവ് നോട്ട്സ് ആണ്. അവരെ മാർക്സ്, അപ്പോ ഹാവ്സ് മൂലധനം ഉള്ള ആള് മുതലാളി. അതിനെ മാർക്സ് ടെക്നിക്കൽ ടെർമിനോളജി ഉപയോഗിച്ച പേരാണ് മുതലാളി, ക്യാപിറ്റലിസ്റ്റ്. ഹാവ്സ് ക്യാപിറ്റലിസ്റ്റ്. ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി. അതിന് മാർക്സ് ഉപയോഗിച്ച പേരാണ് പ്രോളിറ്റേറിയറ്റ്. തൊഴിലാളിക്ക് മാർക്സ് പറഞ്ഞ പേരാണ് പ്രോളിറ്റേറിയറ്റ്. പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി സമൂഹം എന്നർത്ഥം. അപ്പോ ഉള്ളവനും ഇല്ലാത്തവനും, തൊഴിലാളിയും മുതലാളിയും, ഹാവ്സ് ക്യാപിറ്റലിസ്റ്റ്, ഹാവ് നോട്ട്സ് പ്രോളിറ്റേറിയറ്റ്. ഈ ക്യാപിറ്റലിസ്റ്റിന് മാർക്സ് പറയുന്ന, നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ബൂർഷ്വാസീസ് എന്നും കൂടെ ഹാവ്സിന് കാൾ മാർക്സ് പറയാറുണ്ട്. ബൂർഷ്വാസീസ്, പല രൂപത്തിലുള്ള ബൂർഷ്വാസീസ് ലോകത്തുണ്ട്. അപ്പൊ ഈ മൂലധനമുള്ള ആളുകളെയാണ് ബൂർഷ്വാസീസ് എന്ന് പറയുന്നത്. കോംബ്രദോർ ബൂർഷ്വാസി, പെറ്റി ബൂർഷ്വാസീസ്, നമ്മൾ അത്രയൊന്നും ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ടതില്ല. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഒരു സൊസൈറ്റിയിൽ രണ്ട് ക്ലാസ് ഉണ്ട്. ആ രണ്ട് ക്ലാസ് എന്ന് പറയുന്നത് ഒന്ന് ഹാവ്സ് ആണ്, രണ്ട് ഹാവ് നോട്ട്സ് ആണ്. ഹാവ്സിനെ പറയുന്നതാണ് ക്യാപിറ്റലിസ്റ്റ്. ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോളിറ്റേറിയറ്റ്, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഹാവ് ക്യാപിറ്റൽ ഇൻ ഹാൻഡ്, ഫോർ റണ്ണിങ് ഫാക്ടറി, ഫോർ റണ്ണിങ് ഇൻഡസ്ട്രീസ്, ഫോർ റണ്ണിങ് ബിസിനസ്സസ്. അവരെയാണ്, മൂലധനം ഉള്ള ആളുകളാണ് മുതലാളിയായിട്ട് മാർക്സ് പറയുന്നത്. മൂലധനം ഇല്ലാത്ത ആളുകൾ, അവരെയാണ് തൊഴിലാളി എന്ന് പറയുന്നത്. അപ്പോൾ മുതലാളിയും തൊഴിലാളിയും, ഇങ്ങനെയുള്ള രണ്ട് ക്ലാസ്സുകളാണ് സൊസൈറ്റിയിലുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ ഹലോ ഓക്കെ. അപ്പോ നമ്മളപ്പോ ഇനി പറയുന്ന പോയിന്റ്, അപ്പോ ഈ രൂപത്തിൽ അജ്മൽ സാർ, ഹലോ, ഒന്നുമില്ല, അതിനിടയില് കോളേജിലെ നാക്കിന്റെ ഒരു എന്താ പറയാ ക്വയറി നമ്മൾ അയച്ചിരുന്നു, പ്രീ ക്വാളിഫയർ വരാത്തതിന്റെ. അപ്പൊ അതിന്റെ ഒരു മെസ്സേജ് വന്നപ്പോ പ്രിൻസിപ്പൾ ഒന്ന് വിളിച്ചു, അതാ കോൾ വന്നത്. വന്നോ? പ്രീ ക്വാളിഫയർ വന്നോ? ഇല്ല, വരും എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോ ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് മാർക്സിസത്തില് മാർക്സ് പറയുന്നത് ഒരു രണ്ട് ക്ലാസ്സുകൾ നിൽക്കുന്നു, ഹാവ്സും ഹാവ് നോട്ട്സും, ഉള്ളവനും ഇല്ലാത്തവനും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളവൻ ഇല്ലാത്തവനെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. അതായത് പൈസ ഉള്ള ആള് പൈസ ഇല്ലാത്ത ആളെ ചൂഷണം ചെയ്യുന്നു. എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്? പൈസ ഉള്ള ആള് സ്വാഭാവികമായിട്ടും അയാളായിരിക്കും ഒരു ഫാക്ടറി നടത്തുന്നത്, അയാളായിരിക്കും മറ്റുള്ള ആളുകൾക്ക് തൊഴിലുകൾ കൊടുക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താ വെച്ചാല്, ഈ പൈസ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പൈസ ഇല്ലാത്ത ആള് ജീവിക്കുന്നതിന് വേണ്ടി ആൾക്ക് ബ്രെഡ് ബട്ടർ മിൽക്ക് കിട്ടും. മാർക്സ് അങ്ങനെയാ പറയുന്നത്. ആൾക്ക് ബ്രെഡ് ബട്ടർ മിൽക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്യുന്നു? ആളുടെ ഫാക്ടറിയിൽ ആള് പണിയെടുക്കുന്നു. അങ്ങനെ നിരന്തരം പണിയെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് കൂലിയായിട്ടൊന്നും കിട്ടുന്നില്ല. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുന്നത് ഈ തൊഴിലാളിക്ക് കിട്ടുന്നത് കഴിക്കാനുള്ള ബ്രെഡാണ്, കഴിക്കാനുള്ള മിൽക്കാണ്, ബട്ടറാണ്. മറിച്ച് കൂലിക്ക് അപ്പുറത്തേക്ക് ആ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് പ്രൊഡക്ഷന്റെ മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൊസൈറ്റിയുടെ ഹിസ്റ്ററിയെ മാർക്സ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ കാൾ മാർക്സിന്റെ വീക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സൊസൈറ്റിയിൽ രണ്ട് രൂപത്തിലുള്ള ക്ലാസുകൾ നിലനിൽക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും നിലനിൽക്കുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. ഓക്കെ, നിരന്തരം ചൂഷണം ചെയ്യുന്നു. ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന കൺസെപ്റ്റ്, കാൾ മാർക്സ് അത് ഹെഗൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫറിൽ നിന്നാണ് ഈ ഡയലക്റ്റിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാർക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. അതില് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ മാർക്സ് പറയുന്നുണ്ട്, അതായത് ഒരു സൊസൈറ്റിയുടെ ഹിസ്റ്ററിയെ എന്താ പറയാ നിർണ്ണയിക്കുന്നത് അവിടുത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് എപ്പോഴും അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അതായത് അതിങ്ങനെ എന്താ പറയാ, ഒരിക്കലും ഒരു സ്റ്റാഗ്നേഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലല്ല നിലനിൽക്കുന്നത്. എപ്പോഴും സംഘട്ടനങ്ങൾ ഉണ്ടാകുകയും രണ്ട് വർഗങ്ങൾ തമ്മിൽ, ആ രണ്ട് വർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഉള്ളവനാണ്, രണ്ട് ഇല്ല. അപ്പോ ഈ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ കാൾ മാർക്സ് എന്താണ് ഹിസ്റ്ററിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം മനുഷ്യൻ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി ആയിരുന്നു. അവിടെ നിന്ന് എന്താ പറയാ ഫ്യൂഡലിസത്തിലേക്കും, അതായത് മനുഷ്യൻ ഒരു സ്ഥലത്ത് വസിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താകുന്നുണ്ട്, അതുവരെ, അതായത് കാൾ മാർക്സിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ക്ലാസ്ലെസ് സൊസൈറ്റിയെ നിർമ്മിക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് സോഷ്യലിസം എന്ന് ചോദിച്ചാൽ, സോഷ്യലിസം എന്താണ് എന്ന് ചോദിച്ചാൽ, സോഷ്യലിസം എന്ന് പറയുന്നത് അതെന്താണ്, അതൊരു ക്ലാസ്ലെസ് സൊസൈറ്റിയെ, ചൂഷണമില്ലാത്ത, ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത, അതല്ലെങ്കിൽ ആർക്കും എന്താണ് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം അധികാരം കിട്ടാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യവും തുല്യ പരിഗണനയും കിട്ടുന്ന ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയാണ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി എന്ന് അപ്പോൾ മാർക്സ് പറയുന്നത്, ഈ ഹിസ്റ്ററിയുടെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ മാർക്സ് പറയുന്നത്, ഹിസ്റ്ററിയിൽ ഒരിക്കലും എന്താകുന്നില്ല, അതായത് എപ്പോഴും ഏതെങ്കിലും ഒരു ടീം ആധിപത്യം നേടിക്കൊണ്ടേയിരിക്കും. ആ ആധിപത്യം നേടുന്നത് അവരുടെ മെറ്റീരിയൽ പവർ ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആധിപത്യം കിട്ടുന്നത്. മെറ്റീരിയൽ പവേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആധിപത്യം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സൊസൈറ്റിയിൽ രണ്ട് ക്ലാസ് ഉണ്ടാകുന്നു, ഇല്ലേ? ഇപ്പോ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുമ്പ് എന്താണ്, നിങ്ങൾ ഫ്യൂഡലിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹിസ്റ്ററിയിൽ. ഫ്യൂഡലിസത്തിൽ എന്താണ്, ലാൻഡ് ലോഡ് ഉണ്ടാകും, ഇല്ലേ? ഭൂപ്രഭു ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്താണ്, ആ ലാൻഡിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉണ്ടാകും. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് ഈ ഭൂവുടമ എന്താ കൊടുക്കുന്നത്? അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മലയാള സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ എന്താ കൊടുക്കുന്നത്? അവിടെ കൊടുക്കുന്നത് ഇവർക്ക് എന്താ പറയാ, ഭക്ഷണം കഴിക്കാൻ, പണിയെടുക്കുന്നതിന് ആരോഗ്യം ഉണ്ടാകണം. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള നെല്ല്, അരി മാത്രമായിരിക്കും ഈ ഭൂവുടമ എന്ത് കൊടുക്കുന്നത്? തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. മറിച്ച് ഈ ഭൂവുടമയുടെ, അതായത് രണ്ടുപേരും ഒരേ രൂപത്തിൽ, തൊഴിലാളിയും മുതലാളിയും ഒരേ രൂപത്തിലുള്ള അധ്വാനമാണ് എടുക്കുന്നത്. രണ്ടുപേരും രണ്ട് കൂട്ടരുടെയും ക്യാപിറ്റൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? മൂലധനം അവർ കൊടുക്കുന്നുണ്ട്. മുതലാളി കൊടുക്കുന്നത് ഫിനാൻസ് ക്യാപിറ്റലാണ്, മണി ക്യാപിറ്റലാണ്. തൊഴിലാളി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഹ്യൂമൻ ക്യാപിറ്റലാണ്. അതായത് ആ തൊഴിലാളിയുടെ എന്താ പറയാ, മനുഷ്യ വിഭവമാണ് തൊഴിലാളി കൊടുക്കുന്നത്.
അപ്പോൾ ഇവിടെ വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ കാൾ മാർക്സ് പറയുന്നത് ഫസ്റ്റ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, അത് കഴിഞ്ഞിട്ട് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മിച്ച മൂല്യം എന്നാണ് സർപ്ലസ് വാല്യൂ നമ്മൾ പറയുന്നത്. ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് മാർക്സ് ഈ എക്കണോമിക്സിലുള്ള റിക്കാർഡോസ് തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ റിക്കാർഡോസ് തിയറി ഓഫ് വാല്യൂവിൽ നിന്നാണ് മാർക്സ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താക്കുന്നുള്ളത് ബോറോ ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടാകും, ഓണേഴ്സും വർക്കേഴ്സും. ഓണേഴ്സും വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാവ്സും ഹാവ് നോട്ട്സും, ക്യാപിറ്റലിസ്റ്റും പ്രോളിറ്റേറിയേറ്റും, ബൂർഷ്വാസീസും പ്രോളിറ്റേറിയേറ്റും. അപ്പോ ഓണേഴ്സ് എന്താണ്? ഓണേഴ്സ്, ക്യാപിറ്റലിസ്റ്റ്, ഹാവ്സ് ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഇവരൊരിക്കലും പണിയെടുക്കുന്നില്ല. ദേ ആർ എന്താണ്, ദേ ഡോണ്ട് ഹാവ് എനി വർക്ക് അറ്റ് ഓൾ. ഇവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഹ്യൂമൻ ലേബറിനെ, അതല്ല ഹ്യൂമൻ ക്യാപിറ്റലിനെ ഇവർ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. തൊഴിലാളികളെ ഇവർ പർച്ചേസ് ചെയ്യുന്നു. തൊഴിലാളികളാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് നടത്തുന്നത് തൊഴിലാളികളാണ്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരുടെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയൽ, ഉൽപ്പന്നം ഇവർ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരിക്കലും തൊഴിലാളിക്ക് കൊടുക്കുന്നില്ല, മുതലാളിയാണ് അത് എടുക്കുന്നത്. തൊഴിലാളിക്ക് എന്താ കിട്ടുന്നത്? ഒന്നുകിൽ കൂലി കിട്ടും, കൂലിയില്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡും ബട്ടറും മിൽക്കും കിട്ടും. തൊഴിലാളിയുടെ അധ്വാനത്തിന് മുതലാളി കൊടുക്കുന്നത് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മറിച്ച് മുതലാളിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ലാഭം കിട്ടുന്നുണ്ട്, മിച്ച മൂല്യം കിട്ടുന്നുണ്ട്. ആ ലാഭത്തിന്റെ ഷെയർ തൊഴിലാളിയുമായിട്ട് മുതലാളി എന്ത് ചെയ്യുന്നില്ല? ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് അതാണ്, മിച്ച മൂല്യം എന്ന് പറയുന്നത് അതാണ്. അതായത് അധികം കിട്ടുന്ന വരുമാനം, അധികമല്ല അതിനു പുറമേ കിട്ടുന്ന വരുമാനം, ലാഭം ആർക്ക് കൊടുക്കുന്നില്ല? തൊഴിലാളിക്ക് കൊടുക്കാതെ മുതലാളി തൊഴിലാളിയെ നിരന്തരമായി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലാണ് കാൾ മാർക്സ് പറയുന്ന 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ക്ലാസ് വാർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്, അതല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? മൊത്തം, അതായത് ഇത് ഈ ലാഭവിഹിതം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കെതിരെ തൊഴിലാളികൾ സംഘടിച്ച് മുതലാളിക്കെതിരെ വിപ്ലവം നയിക്കുന്നു. ആ വിപ്ലവത്തിന്റെ മാർഗം ഏതുമാകാം. ലക്ഷ്യം പറയുന്നത് എന്താണ്? ഈ വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്ലാസ് സ്ട്രഗിൾ, ഈ വർഗസംഘട്ടനം. ഈ വർഗസംഘട്ടനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് തൊഴിലാളികൾക്ക് എന്ത് കിട്ടണം? ആധിപത്യം കിട്ടണം. അതാണ് കാൾ മാർക്സിസത്തിന്റെ 5th ബേസിക്സ് എന്ന് പറയുന്നത്, ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയറ്റ്. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആധിപത്യം. അങ്ങനെ അപ്പോ നമ്മൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറഞ്ഞു, മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി പറഞ്ഞു, സർപ്ലസ് വാല്യൂ പറഞ്ഞു. അപ്പൊ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ പറയുന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഹെഗലിൽ നിന്നെടുത്ത കൺസെപ്റ്റ് ആണ്. അപ്പൊ സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിനെ നിർണയിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ആണ്, മാറ്റർ ആണ്. അതോടൊപ്പം തന്നെ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ മാർക്സ് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ സ്റ്റേജിനെ കുറിച്ച് പറയുന്നു. 3rd സ്റ്റേജിലേക്ക് വരുമ്പോൾ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. 2 ക്ലാസുകൾ സൊസൈറ്റിയിലുണ്ട്, ഹാവ്സും ഹാവ് നോട്ട്സും, ക്യാപിറ്റലിസ്റ്റും വർക്കിംഗ് ക്ലാസും, പ്രോളിറ്റേറിയറ്റും ബൂർഷ്വാസീസും. ഇവര് എന്താക്കുന്നു? ഇവിടെ ഓവർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലായിരിക്കും. അത് പ്രോളിറ്റേറിയറ്റ് ആയിട്ട്, വർക്കിംഗ് ക്ലാസ് ആയിട്ട് അത് ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഷെയർ ചെയ്യാതായി വരുമ്പോൾ ഈ 2 ക്ലാസുകൾ തമ്മിൽ, ഈ 2 വർഗങ്ങൾ തമ്മിൽ എന്തുണ്ടാകുന്നു? സംഘട്ടനം ഉണ്ടാകുന്നു. അതിനെയാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ നിരന്തരം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളിയെ മുതലാളി നിരന്തരം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ അധികാരമുള്ള ആളുകൾ അധികാരമില്ലാത്തവരെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ക്ലാസ് പ്രിവിലേജ്ഡ് ക്ലാസ് ആയി മാറുന്നു,
മറ്റേ ക്ലാസ് അണ്ടർ പ്രിവിലേജഡ് ആയി മാറുന്നു. അവർക്കൊരു അവകാശങ്ങളും ലഭിക്കുന്നില്ല, അവർക്കൊരു തരത്തിലുമുള്ള എന്തും ലഭിക്കുന്നില്ല, ഒരു പരിഗണനയും സൊസൈറ്റിയിൽ ലഭിക്കുന്നില്ല. അവരെല്ലാ കാലത്തും സ്ലേവുകളായി നിലനിൽക്കുന്നു, എല്ലാ കാലത്തും അവർ പ്രോളിറ്റേറിയേറ്റ് വർക്കിംഗ് ക്ലാസ് ആയിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത്. ഈ ക്ലാസ് സ്ട്രഗിളിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് ആധിപത്യം കിട്ടുക എന്നുള്ളതാണ്. അതിനെ മാർക്സ് പറഞ്ഞ പേരാണ് ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയേറ്റ്. തൊഴിലാളികൾക്ക് ആധിപത്യം കിട്ടുന്നു. അപ്പൊ തൊഴിലാളികൾക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ, തൊഴിലാളികൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിതറിങ് എവേ ഓഫ് ദ സ്റ്റേറ്റ്. അതാണ് 6th കൺസെപ്റ്റ്, വിതറിങ്. WITHERING, വിതറിങ് എവേ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ വിതറിങ് എവേ, വലിച്ചെറിയുക, ദൂരത്തേക്ക് വലിച്ചെറിയുക. ബ്രൂർഷ്വാസീസിനെയും ക്യാപിറ്റലിസ്റ്റിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ തൊഴിലാളികള് അവര് ഒഴിവാക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ തൊഴിലാളികൾക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ മാറ്റി മാർക്സ് പറയുന്ന ഒരു ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ, എല്ലാവരെയും ഈക്വലായി കാണുന്ന ഒരു സൊസൈറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതാണ് മാർക്സിസത്തിന്റെ 7 ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. 1 ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, 2 മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, 3 തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, 4 ക്ലാസ് സ്ട്രഗിൾ, 5 ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയേറ്റ്, 6 വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ്, 7ാമത്തേത് സോഷ്യലിസം എന്ന് പറയുന്ന ഈ 7 സ്റ്റേജുകളിലൂടെയാണ് മാർക്സ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമായിട്ടുള്ള സോഷ്യലിസത്തെ വിശദീകരിക്കുന്നത്. ബാക്കി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം ഇത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, മനസ്സിലാകായിക വരും. ബാക്കി നമുക്ക് ഒരു ഇന്ററാക്ഷനിലൂടെ സംസാരിക്കാം. അതല്ലെങ്കിൽ അടുത്തൊരു സെഷനിൽ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സാറ് പിന്നെ അവർ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടാവും എന്തായാലും, അത് ഉറപ്പാണ്. ബട്ട് ചോദിക്കുമെന്നില്ല, എനിക്കറിയില്ല ഓൺലൈൻ ക്ലാസ്സിൽ. ഓക്കെ, ഞാൻ തുടങ്ങിയതായാലും ഡിസ്കഷന്. ഇതില് പിന്നെ ഞങ്ങൾക്ക് വരുന്നൊരു ഭാഗമാണ് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്നൊരു പദം മാർക്സിസത്തിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. സാറിന് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവോ? എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ മതിയോ? എങ്ങനെ കേട്ടില്ല? എല്ലാം കൂടെ ഒരുമിച്ച് സംസാരിച്ചാൽ മതിയോ? എല്ലാ ക്വസ്റ്റ്യനും കൂടെ? ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതി ടൈപ്പ് ചെയ്താലും മതി. എൻ്റെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഞാൻ ഒന്നാണ് ചോദിച്ചത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടി ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഈ മാർക്സിസം എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിനെ, ഹിസ്റ്റോറിയോഗ്രാഫിയെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആസ്പെക്റ്റിൽ, വേൾഡ് ലെവലിലും മാർക്സിസം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഹിസ്റ്റോറിയോഗ്രാഫിയെ കണക്ട് ചെയ്തത് എന്നുള്ളത് ഒരു സാധനം. കുട്ടികളൊക്കെ ഫുള്ള് തേഞ്ഞവരാ. ഓക്കെ, അപ്പൊ അതില് ഇനി വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അജ്മൽ സാർ പറഞ്ഞ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി, ടൈപ്പ് ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതിയല്ലോ. ഓക്കെ, അതായത്
ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്നത് അത് എന്താ പറയാ യൂറോപ്യൻ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് യൂറോപ്യൻ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഏഷ്യാറ്റിക് ഗവൺമെന്റ്സ് ആൻഡ് സൊസൈറ്റീസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഓറിയന്റലിസം, ഓക്സിഡൻഷ്യലിസം, നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന രണ്ട് കൺസെപ്റ്റാണ് ഓറിയന്റലിസവും എന്താ പറയാ ഓക്സിഡൻഷ്യലിസവും എന്ന് പറയുന്നത്. സത്യത്തിലെ ഈ ഓറിയന്റലിസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിയൻ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് ഈ കൺസെപ്റ്റ് എന്താക്കുന്നത് വരുന്നത്. പിന്നീട് അതിനുശേഷം യൂറോപ്യൻ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് എന്താക്കുന്നുണ്ട്, ഈ പ്രത്യേകിച്ച് എൻലൈറ്റ്മെന്റിന്റെ ഭാഗത്ത് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഈ ഒരു കൺസെപ്റ്റ് റിനൈൻസൻസിനൊക്കെ ശേഷം മൊണ്ടസ്ക്യൂവിന്റെ റൈറ്റിങ്സിലാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കാര്യമായി. അതിനുശേഷം ഹെഗല് ഈ കൺസെപ്റ്റിനെ എന്താക്കുന്നുണ്ട്, ഒന്നും കൂടിയും ഡെവലപ്പ് ചെയ്തിട്ട് അതിലാണ് മാർക്സിനെ കണക്ട് ചെയ്തിട്ട് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ ഇതിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നത് ഒന്ന്, ഇതിൽ പറയുന്നത് ഈ യൂറോസെൻട്രിക് കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂറോസെൻട്രിക് അതായത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ഒരു അക്കാഡമിക്സിൽ കുറച്ചും കൂടി ഒരു അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ അക്കാഡമിക്സിൽ എപ്പോഴും ഒരു ആധിപത്യമുള്ളത് ഈ മാർക്സിന്റെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അന്റോണിയോ ഗ്രാംഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ അന്റോണിയോ ഗ്രാംഷിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അന്റോണിയോ ഗ്രാംഷിയുടെ കൺസെപ്റ്റാണ് ഹെജിമണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് യൂറോപ്യൻസ് എന്ത് ചെയ്തു, ഇതിനുശേഷം അവരുടെ കൊളോണിയൽ എക്സ്പാൻഷനോട് കൂടിയിട്ട് ഒരു കൾച്ചറൽ സാംസ്കാരികവും അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ആധിപത്യം മറ്റ് സൊസൈറ്റികളുടെ മേൽ, പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിന്റെ മുകളിൽ എന്താക്കുന്നുണ്ട്, അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അടിച്ചേൽപ്പിക്കല്ല, അറിയാതെ തന്നെ അത് ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ മലയാള ഫിലിം അല്ല ഇംഗ്ലീഷ് ഫിലിംസ് കാണുന്നവരാണെങ്കിൽ എന്തിനാണ് ഹോളിവുഡ് എന്ന് പറയുന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഹോളിവുഡ് എന്ന് പറയുന്നത്? ശരിക്ക് എന്താണ്, ആളുകളെ സിനിമ കണ്ട് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമൊന്നല്ല ഹോളിവുഡ് എന്ന് പറയുന്നത്. ഹോളിവുഡിന് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഹോളിവുഡ് രൂപീകരിച്ചതിന് കൃത്യമായിട്ടുള്ള എന്താ പറയാ പൊളിറ്റിക്കൽ അജണ്ടയും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഇക്കണോമിക് അജണ്ടയും ഉണ്ട്. അതിന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ ജെയിംസ് ബോണ്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 007 എന്നൊക്കെ പറയുന്ന ഫിലിമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാർ മൂവീസിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ HBO-ലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിം, ഇപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസ് കേബിൾ TV എന്നതിനപ്പുറത്തേക്ക് ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെയും ഒരുപക്ഷെ മലയാളികൾ സ്ഥിരമായിട്ട് കാണുന്ന ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള നിങ്ങൾ പടം തന്നെ എടുത്തു നോക്കിയാൽ മതി. അതായത് ട്രെയിൻ ടു ബൂസാൻ, നമ്മുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ഫിലിം. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേൾഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. നിങ്ങൾ ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫിലിമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക, അതോടൊപ്പം തന്നെ മമ്മി റിട്ടേൺസ് എന്നുള്ള ഫിലിം നിങ്ങൾ കണ്ട. അപ്പൊ ഈ ഫിലിമിലൊക്കെ എന്താണ്, ഇങ്ങനെ യൂറോപ്യൻസ് അമേരിക്കക്കാരൊക്കെ രക്ഷകരും, അതായത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ചേരിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ നല്ല ആളുകളും രക്ഷകരും, നേരെ മറിച്ച് അതിന് അപ്പുറം നിൽക്കുന്ന സോഷ്യലിസ്റ്റ് ചേരിയിൽ ഇപ്പോൾ ജെയിംസ് ബോണ്ട് 007 എന്ന് പറയുന്ന ഫിലിമിന്റെ പൊളിറ്റിക്കൽ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ 1-2 ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു റൈവൽറി ആയിരുന്നു 1945 ആരംഭിച്ച് 1990 എന്താ പറയാ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടു കൂടി അവസാനിച്ച കോൾഡ് വാർ എന്ന് പറയുന്ന ശീതസമരം. രണ്ട് ചേരികൾ തമ്മിലുള്ള, രണ്ട് ഐഡിയോളജികൾ തമ്മിലുള്ള, ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയും സോഷ്യലിസ്റ്റ് ഐഡിയോളജിയും തമ്മിലുള്ള യുദ്ധങ്ങൾ. അതായത് ബയോ വെപ്പൺ വാർ ഒന്നല്ല അവിടെ ഉപയോഗിക്കുന്നത്, മറിച്ച് എന്താണ് ഐഡിയയും. നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫിലിമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ ഫിലിമിലൊക്കെ എന്താണ്, ആ ഫിലിം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇതേപോലെ കമ്മ്യൂണിസത്തിന് മേലിൽ അതല്ലെങ്കിൽ സോഷ്യലിസത്തിന് മേളിൽ ക്യാപിറ്റലിസ്റ്റിന് എങ്ങനെ ഒരു കൾച്ചറൽ ഹെഗിമണി, ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫിലിമിന്റെ ഒക്കെ രാഷ്ട്രീയം.
അതോടൊപ്പം തന്നെ ഇതിലിപ്പോ വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ലീന ഖാത്തിബ് എന്ന് പറയുന്ന ഒരു ഒരു അക്കാഡമീഷ്യൻ ഉണ്ട്. അവരുടെ ഒരു രസകരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. പോർട്രയൽ ഓഫ് അറബ്സ് ഇൻ ഹോളിവുഡ് ഫിലിം എന്നാണ് ആ ബുക്കിന്റെ പേര്. അതിലേതാണ്ട് ഒരു 450 ബുക്സിനെ കുറിച്ച് പറയും. 450 ഫിലിംസിനെ ഇവർ കണ്ടതിന് ശേഷം, ഹോളിവുഡിലുള്ള 450ഓളം സിനിമകളെ കണ്ടതിന് ശേഷം ആ 450 സിനിമകളെ നിരൂപണം ചെയ്തിട്ട് അതിൽ പറയുന്നതാണ് അറബിനെ എങ്ങനെയാണ് അറബികളെ, അതായത് അറബ്സ് എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഏഷ്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലുണ്ട്. ഏഷ്യയിലും ആഫ്രിക്കയിലും ആയിട്ട് പരന്നു കിടക്കുന്ന വലിയൊരു സൊസൈറ്റിയാണ് അറബ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അറബ് കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് എന്താക്കുന്നത്, ഫിലിമുകളിൽ കാണിക്കുന്നത്? അവരെ എപ്പോഴും ഒരു ഒരു എന്താ ഒരു ഒരു മൂന്നാംകിട ആളുകളായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ സാംസ്കാരികമായി ഈ ആധിപത്യം ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ ഇവര് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറെ അങ്ങോട്ട് മാറിപ്പോയി. ഡിസ്കഷൻ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഹെഗല് മാർക്സിസത്തെ, അതായത് കാൾ മാർക്സിന്റെ മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് തന്നെ പിന്നീട് എന്താ പറയാ ലെനിൻ, അതുപോലെ തന്നെ മാവോ സേത്തുങ്, അതോടൊപ്പം തന്നെ നിയോ മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റില് നീഷെ, ഹെഗൽ, അങ്ങനെ കുറെ ആളുകൾ ഈ തിയറിയെ എന്താക്കുന്നുണ്ട്, പല രൂപത്തിൽ, അതായത് നിലനിൽക്കുന്ന സൊസൈറ്റിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോ ഈ കാലഘട്ടത്തിലെ ബൂർഷ്വാസീസ് ആരാണെന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ തൊഴിലാളികൾ, പ്രോലിറ്റേറിയറ്റ്, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആരാണെന്ന് ചോദിച്ചാൽ, നിയോ മാർക്സിസ്റ്റുകൾ പറയുന്നത് പാടത്ത് പണിയെടുക്കുന്ന ആളുകളൊന്നല്ല ഈ കാലഘട്ടത്തിലെ പ്രോലിറ്റേറിയറ്റ്, വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. മറിച്ച് ഈ കാലഘട്ടത്തിലെ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരാണ്? IT ഫീൽഡിലൊക്കെ ജോലി എടുക്കുന്ന, അങ്ങനെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ മാർക്സിസത്തെ എന്താക്കുന്നുണ്ട്, പുതിയ വ്യാഖ്യാനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അജ്മൽ സാർ, സ്റ്റുഡൻസിന്റെ ഒന്നും കാണുന്നില്ലല്ലോ. അതിഭീകരമായ നിശബ്ദതയാണ്. ആണല്ലേ? ഇവിടെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ലിംസി സാറേ, ഞാന് ഒരു ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി, കാരണം കുട്ടികൾക്കുണ്ട്. അപ്പം മോഡ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പൊ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ ഒരു ഷംന റഹ്മാന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കമന്റ് ബോക്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ലെഫ്റ്റ് ആയോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അജ്മൽ സാറ് ലെഫ്റ്റ് ആയി പോയോ? ഓക്കെ എന്നാ വരുമായിരിക്കും. കോളെന്തോ വന്നിട്ടുണ്ടോ? ഞാൻ എന്താ അറിയില്ല, ഒന്ന് വെയിറ്റ് ചെയ്തോ. വന്നിട്ടുണ്ട്. സാർ പറഞ്ഞോളൂ. റിപ്ലൈ ഒന്നുണ്ട്. കോളേജിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഫോൺ വരുന്നുണ്ട്, അതാണ് വിഷയം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ വന്നത് അതിന്റെ ഇടയിൽ അബ്ദുറഹ്മാൻ സാറ് ഇതിനെ കുറിച്ച് പറയാൻ വന്നു. ഏഷ്യാറ്റിക് മോഡൽ വീഡിയോ പിന്നെ ഓണാക്കാൻ മറന്നതല്ലോ? ഞാൻ വീഡിയോ ഓഫ് ആക്കാൻ മറന്നതാണ്. ഓക്കെ. അപ്പോ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒന്ന് നമുക്കറിയാം, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. പക്ഷെ നിങ്ങളിവിടെ കാണുന്ന കമ്മ്യൂണിസം അല്ല ചൈന ഫോളോ ചെയ്യുന്നത്. ചൈന ഒരേ സമയത്ത് എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് ആകുന്നതോടൊപ്പം തന്നെ മുതലാളിത്ത അജണ്ടകൾ, അതല്ലെങ്കിൽ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഇൻഡസ്ട്രിയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യം കൂടെയാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. അതുപോലെ തന്നെ ക്യൂബയിൽ നമുക്ക് കാണാൻ കഴിയും.
പിന്നെ കാര്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് എന്ന് പറയുന്നത് ശരിക്ക് ഈസ്റ്റേൺ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഉണ്ടായിരുന്നത്. അവിടെ ഏതാണ്ട് 9ഓളം രാഷ്ട്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിരുന്നു. അത് കോൾഡ് വാറിന്റെ സമയത്ത് പിന്നീട് എന്താകുന്നുണ്ട്, അവിടെ നിന്നൊക്കെ അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ചൈന, ക്യൂബ, ലാവോസ്, വിയറ്റ്നാം ആണ് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിട്ട് ഭരിക്കുന്ന എന്താ പറയാ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതൊരു കോമൺ ആയിട്ട് ഉള്ള ഒരു കോമൺ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വേർഡാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യം ഉണ്ടായിരുന്നത് 3 സ്റ്റേറ്റുകളിലാണ്: ബംഗാള്, കേരള, ത്രിപുര. അതിലിപ്പോ നിലവിൽ കേരളത്തിൽ മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം നിലനിർത്തുന്നത്. ബംഗാളിലും ത്രിപുരയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ചിലവര് വേൾഡിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് എന്ന് ചോദിച്ചാൽ ചൈനയിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന പാർട്ടി 1949 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അവരാണ് അധികാരത്തിലിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിയറ്റ്നാമില് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിയറ്റ്നാമിൽ ഭരണം നടത്തുന്നത്. നോർത്ത് കൊറിയയിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്ന പാർട്ടിയാണ് നോർത്ത് കൊറിയയിൽ ഭരണം നടത്തുന്നത്. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് ക്യൂബ, എനിക്ക് തോന്നുന്നു ക്യൂബ എന്ന് പറയുന്നത് കോൾഡ് വാർ പീരീഡിൽ റഷ്യയോട് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന ഒരു രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്ന രാജ്യം. കാരണം അതിന്റെ പേരിലാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ക്യൂബൻ മിസൈൽ ക്രൈസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. അതുപോലെ തന്നെ ലാവോസിലാണ് പിന്നീട് നിലനിൽക്കുന്നത്. ലാവോസ് പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഈ 5 രാജ്യങ്ങളിലാണ് എന്താണ് കമ്മ്യൂണിസം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിട്ടും അതോടൊപ്പം തന്നെ പാർട്ടി ഡയറക്റ്റ് അധികാരത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മള് ഹലോ, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അബ്ദുറഹ്മാൻ സാർ ചോദിച്ച ഒരു ചോദ്യം. പിന്നെ താഴെ ഒരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കമന്റ് ബോക്സിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഞാൻ നോക്കിയിട്ടില്ലേ, കുഴപ്പമില്ല. ഒന്ന് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. സാറേ സോഷ്യലിസം കമ്മ്യൂണിസത്തിൽ നിന്ന് അങ്ങനെ സോഷ്യലിസ്റ്റ്, അതായത് കമ്മ്യൂണിസത്തിന്റെ ഒരു ആശയമാണ് എന്ത് സോഷ്യലിസം എന്ന് പറയുന്നത്. പിന്നെ അത് എന്താ പറയാ കമ്മ്യൂണിസത്തിന്റെ അല്ലേ അജ്മൽ സാർ, അങ്ങനെ തന്നെ പറഞ്ഞൂടെ? സോഷ്യലിസം എന്നുള്ളത് ആ ഒരു ലെഫ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഒരു ബേസിലാണ് ഇതൊക്കെ വരുന്നത്. സോഷ്യലിസം കുറച്ചും കൂടി മുമ്പ് വന്നാണ്. യൂട്ടോപ്യൻ സോഷ്യലിസം ഒക്കെ ഫസ്റ്റ് വന്നതല്ലായിരുന്നു. യൂട്ടോപ്യൻ സോഷ്യലിസം 17th സെഞ്ചുറിന്റെ ഒക്കെ ഒരു ബിഗിനിങ്ങിൽ തന്നെ ആ ഒരു യൂട്ടോപ്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ, തോമസ് മോറിന്റെ ഒക്കെ. കമ്മ്യൂണിസം എന്നുള്ളത് ഐ തിങ്ക് മാർക്സ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. അതിനു മുമ്പ് തന്നെ സോഷ്യലിസ്റ്റ് ഐഡിയാസ് വരുന്നുണ്ട് പല ഭാഗത്തായിട്ട്. ഒരു ഐഡിയ അതിന് മുകളിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആണല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻസ് കാണുന്നില്ലല്ലോ. ഞാൻ വായിക്കാം. ഒന്ന് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ രണ്ടാമത്തെ സോഫ്റ്റ്വെയറുടെ ചോദ്യമാണ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്നുള്ളത് പോസിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതില് എനിക്ക് തോന്നുന്നു ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അജ്മൽ സാർ ഇപ്പൊ പറഞ്ഞാൽ ഇനി തീരുമോ? എനിക്കാണെങ്കിൽ 11:30 അടുത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു. 11:25 ആയി. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞോളൂ. ഞാൻ ക്ലാസ്ലെസ് സൊസൈറ്റി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാല് കാൾ മാർക്സ് ക്ലാസ്ലെസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്, ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കാൾ മാർക്സ് നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ക്ലാസ്ലെസ് സൊസൈറ്റി പോസിബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ മാർക്സിസത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള കൺസെപ്റ്റ് ആണ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, സാറിന് ടൈം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അബ്ദുറഹ്മാൻ സാർ അവൈലബിൾ ആണോ? സാർ ലെഫ്റ്റ് ആയി തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അത് നല്ല തിരക്കുള്ള ഒരു സമയത്താണ് കയറിയത്. എനിവേ നമ്മൾ തമ്മിൽ ഏതായാലും ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു താങ്ക് യു പറയേണ്ട ആവശ്യമില്ല. ലേറ്റ് ആയതുകൊണ്ട് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ കട്ട്സ് ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ടാണ് സാർ അവതരിപ്പിച്ചത്. അത് ഇതിൽ നിന്നുകൊണ്ട് നമുക്കിനി അടുത്ത ഡിസ്കഷനിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ലിംസീർ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സോ ലെറ്റ് us wind up.